സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ നടി രന്യ റാവുവിന്റെ രണ്ടാനച്ഛനും DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനുമായ രാമചന്ദ്ര റാവുവിന് കുരുക്ക്. രാമചന്ദ്ര റാവുവിനെതിരായി പ്രോട്ടോകോൾ ഓഫീസറുടെ മൊഴി. വിമാനത്താവളത്തിൽ രന്യയെ സഹായിക്കാൻ രാമചന്ദ്ര റാവുവാണ് നിർദ്ദേശിച്ചത്. ബസവരാജ് എന്ന ഉദ്യോഗസ്ഥനാണ് മൊഴി നൽകിയത്. സ്വർണം കൈമാറിയ ആളെക്കുറിച്ച് രന്യ റാവു അന്വേഷണ സംഘത്തിന് സൂചന നൽകിയിട്ടുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി. ശ്രീനാഥ്, നേരത്തെ തന്നെ ഇത് ഏത് തരത്തിലേക്ക് ഇവരെ രക്ഷിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നതിന്റെ സൂചനകൾ പുറത്തു വന്നിരുന്നു. അതിന്റെ കുറച്ചുകൂടി സാധൂകരിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ശ്രീനാഥിന്റെ പക്കലുള്ളത്. തീർച്ചയായും 2-3 കാര്യങ്ങളിലായിരുന്നു ഒരു വ്യക്തത വരേണ്ടിയിരുന്നത്. ദുബായിൽ നിന്ന് ആരാണ് സ്വർണം കൈമാറിയത്, പിന്നീട് ഗ്രീൻ ചാനൽ വഴി എങ്ങനെ എളുപ്പത്തിൽ പുറത്തു കടക്കാൻ കഴിഞ്ഞു, ആർക്ക് വേണ്ടിയാണ് സ്വർണം കൊണ്ടുവന്നത് എന്നീ 3 ചോദ്യങ്ങളായിരുന്നു. അതിൽ ഏതാണ്ട് 2 ചോദ്യത്തിൻ്റെ ഒരു വ്യക്തമായ ചിത്രത്തിലേക്ക് DRIക്ക് ഇപ്പോൾ എത്താൻ കഴിയുന്നുണ്ട്. ദുബായിൽ നിന്ന് ആരാണ് സ്വർണം കൈമാറിയത് എന്നതിനെക്കുറിച്ച് ഏറ്റവും ഒടുവിൽ രന്യ ഇപ്പോൾ ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. ചോദ്യം ചെയ്യലിൻ്റെ ആദ്യഘട്ടത്തിലൊന്നും തന്നെ ഒരു തരത്തിലും സഹകരിച്ചിരുന്നില്ല. കോടതിയിൽ ഹാജരാക്കിയപ്പോൾ DRI തന്നെ മാനസികമായി ഉപദ്രവിക്കുകയാണ് എന്നൊക്കെയായിരുന്നു കരഞ്ഞുകൊണ്ട് അവർ കോടതിയിൽ അറിയിച്ചത്. ഏതായാലും ഇപ്പോൾ ചില ചോദ്യങ്ങൾക്ക് അവർ മറുപടി കൊടുക്കുന്നു. ഒരു 6 അടി പൊക്കമുള്ള ആഫ്രിക്കൻ ആക്സെൻറ്റിൽ സംസാരിക്കുന്ന ഒരാളാണ്. ഇരുനിറമാണ് ഇയാൾക്ക് എന്നത് പറയുന്നു. ഇയാളാണ് ദുബായ് വിമാനത്താവളത്തിൽ വെച്ച് തനിക്ക് ഈ പാക്കറ്റ് തന്നത്. ഇയാൾ എത്തുമെന്നും ഇയാളെക്കുറിച്ചുള്ള സൂചനകളും തനിക്ക് കിട്ടിയത് ഒരു ഇൻ്റർനെറ്റ് കോൾ വഴിയാണ്. ഈ മാഫിയ സംഘം ഇങ്ങനെയാണ് തന്നെ ബന്ധപ്പെട്ടിരുന്നത് എന്നതാണ് രന്യ നൽകിയിട്ടുള്ള മൊഴി. മാത്രമല്ല, രന്യ പറയാൻ ശ്രമിക്കുന്നത് ആദ്യമായി ഒരിക്കൽ മാത്രം ചെയ്ത ഒരു തെറ്റാണ്, ആദ്യമായി ചെയ്തതാണ്, അങ്ങനെ താൻ പിടിക്കപ്പെട്ടു എന്നതാണ്. നേരത്തെ ഒരു വർഷത്തിനിടെ 15 തവണയെങ്കിലും രന്യ ദുബായ് സന്ദർശനം നടത്തിയിട്ടുണ്ട് എന്ന് DRI കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഒരേ വസ്ത്രം തന്നെയാണ് ഈ യാത്രകൾ ധരിച്ചതും എന്നും കണ്ടെത്തിയിട്ടുണ്ട്. മറ്റ് വിദേശത്തെ വലിയ ബിസിനസ് ബന്ധുക്കളോ ഒന്നും തന്നെ ഈ ദുബായിൽ അവർക്കില്ല. എന്നിട്ടും എന്തിന് ഇങ്ങനെ യാത്ര നടത്തിയെന്ന ചോദ്യത്തിൽ മുൻപും ഇങ്ങനെ തട്ടിപ്പ് കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ടാകുന്ന സൂചന കിട്ടുന്നു. രണ്ടാമത്തേത്, ഗ്രീൻ ചാനൽ വഴി പരിശോധന നടത്താതെ ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാൻ കഴിഞ്ഞു എന്നതാണ്. പ്രോട്ടോകോളിൻ്റെ ഓഫീസറുടെ സഹായം കിട്ടിയിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ വ്യക്തമായതാണ്. ഈ ഉദ്യോഗസ്ഥന് ഈ സമയത്ത് കസ്റ്റഡി എടുക്കുമ്പോൾ ഈ ഉദ്യോഗസ്ഥനൊപ്പം ഉണ്ടായിരുന്നു. ബസവരാജ് എന്നതാണ് ഇയാളുടെ പേര്. ഇയാൾ പറയുന്നത് DGPയുടെ ഓഫീസിൽ നിന്ന്, അതായത് DGP റാങ്കിലുള്ള രാമചന്ദ്ര റാവുവിൻ്റെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം കിട്ടിയിരുന്നു. തൻ്റെ മകളെ പരിശോധനകളൊന്നുമില്ലാതെ ബുദ്ധിമുട്ടിക്കാതെ പുറത്തെത്തിക്കേണ്ട ഉത്തരവാദിത്വം തനിക്കുമേൽ അദ്ദേഹമാണ് നൽകിയത്. പക്ഷേ ഇങ്ങനെ ഒരു കള്ളക്കടത്താണ് നടക്കുന്നത് എന്ന കാര്യം തനിക്ക് അറിയില്ല എന്നും പറയുന്നുണ്ട്. നേരത്തെ രാമചന്ദ്ര റാവു 4 മാസങ്ങൾക്ക് മുമ്പ് രന്യയുടെ വിവാഹം കഴിഞ്ഞതാണ്. അതിനുശേഷം തനിക്ക് കാര്യമായ ബന്ധങ്ങളില്ല, ഇതേക്കുറിച്ചൊന്നും തനിക്ക് അറിയില്ല എന്നതാണ് പറഞ്ഞിരുന്നത്. ആ വാദത്തെ ഒരു തരത്തിൽ പൊളിക്കുന്നതാണ് ബസവരാജിൻ്റെ മൊഴി. ഏതായാലും അഡീഷണൽ ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഇപ്പോൾ DGP രാമചന്ദ്ര റാവുവിൻ്റെ പങ്കിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ഒരുപക്ഷെ ആ അന്വേഷണത്തെ പോലും സ്വാധീനിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന മൊഴി. അനുജ, അതെ, നടി രന്യ റാവു പ്രതിയായ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില വിശദാംശങ്ങളാണ് ശ്രീനാഥ് ചന്ദ്രൻ നൽകിയത്.